ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങൾ ഏറ്റവും ലളിതമായ രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. തോബിത്തിൻ്റെ പുസ്തകമാണ് നാം ഈ ദിനങ്ങളിൽ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് തോബിത്തിൻ്റെ പുസ്തകത്തിൻ്റെ 5-ാം അധ്യായത്തെക്കുറിച്ച്, ആ 5-ാം അധ്യായത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചും 5-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്തെക്കുറിച്ചും ഞാൻ വിവരിക്കുകയുണ്ടായി. തോബിത്തിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് തോബിത്ത് എന്ന പിതാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് മേദിയായിലേക്ക് യാത്ര പുറപ്പെടുന്ന, അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന പുത്രൻ തോബിയാസിനെയാണ് നാം കാണുന്നത്. തോബിത്ത് പുത്രൻ തോബിയാസിനോട് മേദിയായിലെ റാഗസിലേക്ക് ചെല്ലണമെന്നും അവിടെ ഗബായേൽ എന്ന വ്യക്തിയുടെ കൈവശം താൻ വർഷങ്ങൾക്ക് മുൻപ് നിക്ഷേപിച്ചിട്ടുള്ള കുറേ പണം തിരികെ വാങ്ങിക്കൊണ്ട് വരണമെന്നും ആവശ്യപ്പെടുകയാണ്. അപ്പോൾ തോബിയാസ് എന്ന പുത്രൻ പിതാവ് തോബിത്തിനോട് പറഞ്ഞു, പിതാവേ, തീർച്ചയായും ഞാൻ പോകാം. പക്ഷേ എൻ്റെ മുമ്പിൽ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തേത്, പിതാവ് ഈ പറയുന്ന റാഗസിലെ ഗബായേൽ എന്ന വ്യക്തിയെ എനിക്ക് പരിചയമില്ല. അപ്പോൾ എനിക്ക് പരിചയമില്ലാത്ത ഒരു വ്യക്തിയുടെ അടുത്ത് ചെന്നിട്ട് എപ്രകാരമാണ് ഞാൻ പണം തിരികെ ചോദിക്കുക? രണ്ടാമത്തേത്, ഇതുവരെ നിനവെ വിട്ട് പോകാത്ത തോബിയാസിനെ സംബന്ധിച്ചിടത്തോളം മേദിയായെക്കുറിച്ചോ മേദിയായിലേക്കുള്ള വഴിയെക്കുറിച്ചോ വലിയ ധാരണയില്ല. ഈ 2 പ്രശ്നങ്ങൾക്കും പരിഹാരം പിതാവ് തോബിത്ത് നിർദ്ദേശിക്കുന്നുണ്ട്. ആദ്യത്തെ പ്രശ്നത്തിന് പരിഹാരമായിട്ട് തോബിത്ത് തോബിയാസിൻ്റെ കൈവശം ഒരു രേഖ, ഒരു ചുരുൾ കൊടുക്കുകയാണ്. റാഗസിലെ ഗബായേലിൻ്റെ കൈവശം താൻ പണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നത് തെളിയിക്കുന്ന രേഖയായിരുന്നു അത്. രണ്ടാമത്തെ പ്രശ്നത്തിനുള്ള പരിഹാരം, അതായത് മേദിയായിലേക്കുള്ള വഴി, മേദിയ എന്ന പ്രദേശത്തേക്കുള്ള യാത്ര, ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ദൂതൻ്റെ സഹായം തേടാനും അത്തരത്തിൽ ഒരു ദൂതനെ കണ്ടുപിടിക്കാനും തോബിത്ത് പുത്രൻ തോബിയാസിനോട് പറഞ്ഞു. അങ്ങനെ തോബിയാസ് പുറത്തിറങ്ങി തൻ്റെ കൂടെ മേദിയായിലേക്ക് യാത്ര പുറപ്പെടാൻ സാധ്യതയുള്ള, അതിന് സന്നദ്ധതയുള്ള, മേദിയായെക്കുറിച്ചും മറ്റും അറിവുള്ള ഒരു വ്യക്തിയെ തിരയുകയാണ്. അങ്ങനെ തിരയുമ്പോഴാണ് അപ്രതീക്ഷിതമെന്ന വിധം റഫായേൽ എന്ന ദൈവത്താൽ നിയുക്തനായ മാലാഖയെ തോബിയാസ് കണ്ടുമുട്ടുന്നത്. എന്നാൽ ഇത് ദൈവത്താൽ നിയുക്തനായവനാണെന്നോ റഫായേൽ എന്ന മാലാഖയാണെന്നോ തോബിയാസിന് മനസ്സിലാവുന്നില്ല. മറിച്ച് തൻ്റെ കൂടെ യാത്ര വരാൻ സാധ്യതയുള്ള, അതിന് അറിവുള്ള, പരിചയമുള്ള ഒരു ദൂതനായി മാത്രമാണ് മനസ്സിലാക്കുന്നത്. ആ ദൂതൻ തൻ്റെ പേര് സ്വയം വെളിപ്പെടുത്തുന്നത് അസറിയ എന്നാണ്. അങ്ങനെ ഈ അസറിയ എന്ന ദൂതനുമായി യാത്ര പുറപ്പെടുന്നതിന് മുൻപ് തൻ്റെ സഹയാത്രികനായി വരാനിരിക്കുന്ന ഈ വ്യക്തിയെ പിതാവായ തോബിത്തിന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി തോബിയാസ് ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഇന്ന് നമ്മളിപ്പോൾ ആദ്യം വായിക്കാൻ പോകുന്ന വചനഭാഗം. ഈ സമയം സാധിക്കുമെങ്കിൽ നിങ്ങളെല്ലാവരും വിശുദ്ധ ഗ്രന്ഥമൊന്ന് കയ്യിലെടുക്കുക. തോബിത്തിൻ്റെ പുസ്തകം 5-ാം അധ്യായം 8 മുതൽ 15 വരെയുള്ള തിരുവചന ഭാഗം നമുക്ക് ഒരുമിച്ച് വായിക്കാം. ദൂതൻ പറഞ്ഞു, പോവുക, താമസിക്കരുത്.
തോബിയാസ് വീട്ടിലെത്തി പിതാവിനോട് പറഞ്ഞു, എന്നോടുകൂടെ വരാൻ ഞാൻ ഒരാളെ കണ്ടുപിടിച്ചു. തോബിത്ത് പറഞ്ഞു, അവനെ എൻ്റെ അടുത്തേക്ക് വിളിക്കൂ. അവൻ ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണെന്നും നിന്നോടുകൂടെ പോരാൻ വിശ്വാസയോഗ്യനാണോ എന്നും ഞാൻ നോക്കട്ടെ. തോബിയാസ് റഫായേലിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവർ അകത്ത് പ്രവേശിക്കുകയും അവർ പരസ്പരം അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്തു. തോബിത്ത് ചോദിച്ചു, സഹോദരാ, നീ ഏത് ഗോത്രത്തിലും കുടുംബത്തിലും പെട്ടവനാണ് പറയുക. അവൻ പറഞ്ഞു, നീ ഗോത്രവും കുടുംബവും ആണോ, അതോ നിന്റെ പുത്രനോട് കൂടെ പോകാൻ കൂലിക്ക് ഒരാളെയാണോ അന്വേഷിക്കുന്നത്? തോബിത്ത് പറഞ്ഞു, സഹോദരാ, നിന്റെ ആളുകൾ ആരെന്നും നിന്റെ പേരെന്തെന്നും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരിൽപ്പെട്ട മഹാനായ അനനിയാസിൻ്റെ പുത്രൻ അസറിയാസ് ആണു ഞാൻ. തോബിത്ത് പറഞ്ഞു, സഹോദരാ, നിനക്ക് സ്വാഗതം. നിന്റെ ഗോത്രവും കുടുംബവും ആരാഞ്ഞതിൽ എന്നോട് കോപിക്കരുതേ. നീ എൻ്റെ ചാർച്ചക്കാരനാണ്. ശ്രേഷ്ഠമായ പാരമ്പര്യവും നിനക്കുണ്ട്. ആരാധിക്കാനും അജഗണത്തിലെ കടിഞ്ഞൂലുകൾ, വിളവുകളുടെ ദശാംശം എന്നിവ അർപ്പിക്കാനും ജെറുസലേമിൽ ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്നപ്പോൾ മഹാനായ ഷെമായയുടെ പുത്രന്മാരായ അനനിയാസും യാഥാനുമായി ഞാൻ ഉറ്റ ബന്ധം പുലർത്തിയിരുന്നു. നമ്മുടെ ചാർച്ചക്കാരുടെ തെറ്റുകളിൽ അവർ ചരിച്ചില്ല. സഹോദരാ, നിനക്ക് ശ്രേഷ്ഠമായ പാരമ്പര്യം ഉണ്ട്. എന്തു വേതനമാണ് ഞാൻ തരേണ്ടതെന്ന് പറയുക. ദിനംപ്രതി ഓരോ ദ്രാക്മായും എൻ്റെ മകന് വരുന്നത്ര ചെലവും പോരെ. കൂടാതെ സസുഖം തിരിച്ചെത്തിയാൽ കൂടുതൽ തരികയും ചെയ്യാം. ഈ വ്യവസ്ഥകൾ അവർ സമ്മതിച്ചു. അപ്പോൾ തോബിയാസ് തൻ്റെ പിതാവിൻ്റെ സമീപത്തേക്ക് തനിക്ക് സഹയാത്രികനായി ലഭിച്ചിരിക്കുന്ന ദൂതനുമായി കടന്നു ചെല്ലുകയാണ്. ഇങ്ങനെ കടന്നു വന്ന ദൂതൻ ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണ്, അവൻ്റെ കുടുംബം എന്താണ്, അവൻ്റെ പേരെന്താണ്, പാരമ്പര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചറിയാൻ തോബിത്ത് ശ്രമിക്കുകയാണ്. ഇതിന് റഫായേൽ എന്ന മാലാഖ, അത് വായനക്കാരായ നമുക്ക് മാത്രമേ അറിയുകയുള്ളൂ ഇത് റഫായേൽ എന്ന ദൈവത്താൽ നിയുക്തനായിരിക്കുന്ന മാലാഖയാണെന്ന്. തോബിത്തിനെ സംബന്ധിച്ചിടത്തോളവും തോബിയാസിനെ സംബന്ധിച്ചിടത്തോളവും തോബിയാസിനോടൊപ്പം യാത്ര ചെയ്യാൻ തയ്യാറായി വന്നിരിക്കുന്ന ഒരു ദൂതൻ മാത്രമാണ് ഇദ്ദേഹം. അയാളുടെ പേര് അസറിയ എന്നാണ്. ഈ അസറിയ എന്ന ദൂതൻ തോബിത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി തൻ്റെ പേര്, തൻ്റെ പിതാവിൻ്റെ പേര്, തൻ്റെ കുടുംബത്തിൻ്റെ പേര്, തൻ്റെ പാരമ്പര്യം എല്ലാം തോബിത്തിന് വെളിപ്പെടുത്തുകയാണ്. ഇത് കേട്ട മാത്രയിൽ തോബിത്ത് അങ്ങേയറ്റം സന്തുഷ്ടനാവുകയും ഈ കടന്നു വന്നിരിക്കുന്ന ദൂതനും തങ്ങളും ബന്ധുക്കളാണ്, ചാർച്ചക്കാരാണ് എന്ന് പറയുകയും ഈ ദൂതൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പിതാവ്, ദൂതൻ്റെ പിതാവിൻ്റെ പിതാവ്, സഹോദരൻ, ഇങ്ങനെയുള്ള ആളുകളെയെല്ലാം തനിക്കറിയാം എന്ന് പറയുകയുമാണ്. ഇവിടെ ദൂതൻ തൻ്റെ പേര് പറയുന്നത് അനനിയാസിൻ്റെ പുത്രൻ അസറിയാസ് എന്നാണ് തൻ്റെ പേര് എന്നാണ്. അനനിയാസ് എന്ന ഹീബ്രു പേരിൻ്റെ അർത്ഥം, ഹനനിയാസ് അല്ലെങ്കിൽ അനനിയാസ് എന്ന ഹെബ്രായ ഭാഷയിലുള്ള പേരിൻ്റെ അർത്ഥം കർത്താവ് കാരുണ്യവാനാണ്. യാഹ്വേ ഹാസ് ബീൻ ഗ്രേഷ്യസ്. കർത്താവ് കാരുണ്യവാനാണ് എന്നാണ്.
അപ്പോൾ കർത്താവ് കാരുണ്യവാനാണ്, അല്ലെങ്കിൽ കാരുണ്യവാനായ കർത്താവിൻ്റെ പുത്രൻ അസറിയാസ് ആണ് ഞാൻ എന്നാണ് ദൂതൻ വെളിപ്പെടുത്തുന്നത്. അസറിയാസ് എന്ന ഹീബ്രു പേരിൻ്റെ അർത്ഥം കർത്താവ് സഹായിച്ചു, യാഹ്വേ ഹാസ് ഹെൽപ്ഡ്, കർത്താവ് സഹായിച്ചു എന്നാണ്. എത്സർ എന്ന ഹീബ്രു വാക്കിൻ്റെ അർത്ഥം ഹെൽപ്പ്, സഹായം എന്നാണ്. അതിൽ നിന്നാണ് അസറിയാസ് എന്ന വാക്ക് രൂപപ്പെടുന്നത്. അപ്പോൾ ദൈവമായ കർത്താവിൻ്റെ രണ്ട് സവിശേഷതകളാണ് സത്യത്തിൽ ഈ രണ്ട് പേരുകളിലൂടെ വെളിപ്പെടുത്തുന്നത്. ഒന്നാമതായി ദൈവം അനനിയാസാണ്. ദൈവമായ കർത്താവ് കാരുണ്യവാനാണ്. രണ്ട്, തോബിത്തിനെ സംബന്ധിച്ചിടത്തോളവും തോബിയാസിനെ സംബന്ധിച്ചിടത്തോളവും ദൈവമായ കർത്താവ് അവർക്ക് അസറിയാസാണ്. അതായത് അവരുടെ യാത്രയിൽ, അവരുടെ കഷ്ടതയിൽ, അവരുടെ ബുദ്ധിമുട്ടുകളിൽ ദൈവമായ കർത്താവ് സഹായിക്കുന്നവനാണ്. അങ്ങനെ തൻ്റെ സമീപത്തേക്ക് വന്ന ഈ ദൂതനെ തോബിയാസും തോബിത്തുമൊക്കെ അഭിസംബോധന ചെയ്യുന്നത് പ്രധാനമായും രണ്ട് തരത്തിലാണ്. ഒന്ന്, സഹോദര എന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നു. രണ്ട്, അദ്ദേഹത്തിൻ്റെ പേര്, വെളിപ്പെടുത്തപ്പെട്ട അസറിയ എന്ന പേര് വിളിച്ചുകൊണ്ടും അഭിസംബോധന ചെയ്യുന്നു. ഈ വചനഭാഗം പരിശോധിക്കുമ്പോൾ ഈ വചനഭാഗത്ത് നമ്മൾ കണ്ടിട്ടുള്ള പേരുകൾ മാത്രം, ഹീബ്രു ഭാഷയിലെ പേരുകൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുന്നത് ദൈവശാസ്ത്രപരമായി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുള്ള പേരുകൾ, ഒന്ന് അസറിയ എന്നാണ്, അത് ദൂതനായിട്ട് സഹയാത്രികനായിട്ട് വരുന്ന വ്യക്തിയുടെ വെളിപ്പെടുത്തപ്പെട്ട പേരാണ്. രണ്ട്, അനനിയാസ് എന്ന പേരാണ്. അസറിയയുടെ പിതാവിൻ്റെ പേര് അനനിയാസ് എന്നാണ്. മൂന്നാമതായി പറയുന്ന ഒരു പേര് യാഥാൻ അഥവാ നെത്താനിയ എന്ന് പറയുന്ന ഒരു പേരാണ്. അനനിയാസും യാഥാനുമായി തോബിത്തുണ്ടായിരുന്ന ഉറ്റ ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഇനി അനനിയാസിൻ്റെയും യാഥാൻ്റെയും ഒക്കെ പിതാവായിരുന്ന ഷെമായ എന്ന വ്യക്തിയെക്കുറിച്ചും പറയുന്നുണ്ട്. ചുരുക്കത്തിൽ 4 പേരുകളാണ് ഇവിടെ വെളിപ്പെടുത്തപ്പെടുന്നത്. അസറിയ ഞാൻ സൂചിപ്പിച്ചതുപോലെ യാഹ്വേ ഹാസ് ഹെൽപ്ഡ്, കർത്താവ് സഹായിച്ചു എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. അനനിയാസ് എന്ന പേരിൻ്റെ അർത്ഥവും നമ്മൾ കണ്ടു. യാഹ്വേ ഹാസ് ബീൻ ഗ്രേഷ്യസ്, കർത്താവ് കരുണാമയനാണ് എന്ന് ആണ് ആ പേരിൻ്റെ അർത്ഥം. നെത്താനിയ അഥവാ യാഥാൻ എന്ന പേരിൻ്റെ അർത്ഥം യാഹ്വേ ഹാസ് ഗിവൺ, കർത്താവ് നൽകിയിരിക്കുന്നു എന്നാണ്. ഷെമായ എന്ന വാക്കിൻ്റെ അർത്ഥം, ആ പേരിൻ്റെ അർത്ഥം യാഹ്വേ ഹാസ് ഹേർഡ്, കർത്താവ് കേട്ടിരിക്കുന്നു. ചുരുക്കത്തിൽ തോബിത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ദൈവികമായ ഇടപെടലുകളുടെ മുഴുവൻ രത്നച്ചുരുക്കം ഈ പേരുകളിൽ നിന്ന് വ്യക്തമാണ്. തൻ്റെ മരണം ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥിച്ച തോബിത്തിൻ്റെ പ്രാർത്ഥനയെ, തോബിത്തിൻ്റെ രോദനത്തെ ദൈവം കേട്ടു. തോബിത്തിനെ സംബന്ധിച്ചിടത്തോളം ദൈവം ഷെമായ ആണ്, തന്നെ കേട്ടവനാണ്. അങ്ങനെ തോബിത്തിൻ്റെ പ്രാർത്ഥന, ഉള്ളുരുകിയുള്ള പ്രാർത്ഥന കേട്ട ദൈവം മകൻ തോബിയാസിന് അവൻ്റെ യാത്രയിൽ സഹയാത്രികനായി ഇതാ ഒരു ദൂതനെ നൽകിയിരിക്കുന്നു. യാഥാൻ അഥവാ നെത്താനിയ ദൈവമായ കർത്താവ് നൽകുന്നവനാണ്, സഹായം നൽകുന്നവനാണ്. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് അനനിയാസായി മാറിയിരിക്കുന്നത്. കൃപാവര പൂർണ്ണനായ, കരുണ കാണിക്കുന്നവനായ ദൈവം, അനനിയാസായ ദൈവം ഇതാ തോബിത്തിനോടും തോബിയാസിനോടും ആ കുടുംബത്തോടും കരുണ കാണിക്കുന്നു, കൃപ അവരുടെ മേൽ ചൊരിയുന്നു. ആ കൃപയുടെ ജീവിക്കുന്ന രൂപമായിരുന്നു തോബിയാസിൻ്റെ കൂടെ യാത്ര ചെയ്യാനായി തിരഞ്ഞെടുക്കപ്പെട്ട അസറിയാസ്. കർത്താവ് സഹായിക്കുന്നു എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. അപ്പോൾ ചുരുക്കത്തിൽ ഇതുവരെയുള്ള വചനഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തോബിത്തിൻ്റെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് എപ്രകാരമാണ് ഇടപെട്ടത് എന്ന് ഗ്രന്ഥകാരൻ ഈ പേരുകളിലൂടെ വ്യക്തമാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. നമുക്ക് തുടർന്ന് വരുന്ന വചനഭാഗം വായിക്കാം. 5-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗമാണ്.
16 മുതൽ 21 വരെയുള്ള തിരുവചന ഭാഗം. അവിടെ തോബിയാസും അസറിയായും യാത്ര പുറപ്പെടുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. ഒരിക്കൽ കൂടി വിശുദ്ധ ഗ്രന്ഥം കയ്യിലെടുത്ത് നമുക്ക് ആ വചന ഭാഗമൊന്ന് വായിക്കാം. തുടർന്ന് തോബിത്ത് തോബിയാസിനോട് പറഞ്ഞു, ഒരുങ്ങിക്കൊള്ളൂ, നിങ്ങൾ ഇരുവർക്കും യാത്രാമംഗളങ്ങൾ. പുത്രൻ ഉടനെ യാത്രയ്ക്ക് ആവശ്യമായ ഒരുക്കങ്ങൾ ചെയ്തു. പിതാവ് അവനോട് പറഞ്ഞു, ഇവനോടുകൂടെ പോയിക്കൊള്ളുക. ഉന്നതത്തിൽ വസിക്കുന്ന ദൈവം നിന്റെ മാർഗം ശുഭമാക്കും. അവിടുത്തെ ദൂതൻ നിന്നെ കാത്തുകൊള്ളും. അവർ ഉടനെ യാത്ര പുറപ്പെട്ടു. ആ യുവാവിൻ്റെ നായും അവരോടുകൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ അമ്മ അന്ന കരഞ്ഞുകൊണ്ട് തോബിത്തിനോട് പറഞ്ഞു, നമ്മുടെ കുഞ്ഞിനെ എന്തിനാണ് ഇങ്ങനെ ദൂരെ അയച്ചത്? നമുക്ക് അവൻ താങ്ങായിരുന്നില്ലേ? പണമല്ല പ്രധാനം, അത് നമ്മുടെ മകനേക്കാൾ വിലപ്പെട്ടതുമല്ല. കർത്താവ് തന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടുകൂടെ? തോബിത്ത് അവളോട് പറഞ്ഞു, സഹോദരി, നീ വിഷമിക്കരുത്. അവൻ സുരക്ഷിതനായി മടങ്ങിയെത്തുന്നത് നീ കാണും. കാരണം ഒരു നല്ല ദൂതൻ അവനോടൊത്ത് പോകും. അവൻ്റെ യാത്ര മംഗളകരമായിരിക്കും. സുഖമായി അവൻ മടങ്ങുകയും ചെയ്യും. അവൾ കരച്ചിൽ നിർത്തി. ഒരുക്കങ്ങൾ പൂർത്തിയാക്കി തോബിയാസും സഹയാത്രികനായ ദൂതനും തോബിത്തിൻ്റെ അനുഗ്രഹാശിസുകൾ ഏറ്റുവാങ്ങി യാത്ര പുറപ്പെടുകയാണ്. ഈ സമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തോബിയാസിന് ദീർഘമായ യാത്രയിൽ കൂടെ യാത്ര ചെയ്യാനായി ഒരു സഹയാത്രികൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിതാവായ തോബിത്ത് അക്കാര്യത്തിൽ നിർബന്ധ ബുദ്ധി ഉള്ളയാളായിരുന്നു. ഒരു സഹയാത്രികനെ കണ്ടെത്താൻ ആവശ്യപ്പെടുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതയാത്രയിലും നമ്മുടെ പ്രയാണങ്ങളിലും പലപ്പോഴും ഒരു സഹയാത്രികൻ നമുക്ക് ആവശ്യമാണ്. ഏകനായി യാത്ര ചെയ്യുന്നത് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നന്നല്ല. ഏകനായി ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് യാത്രയായ ഒരു വ്യക്തിയുടെ ദുരവസ്ഥയെക്കുറിച്ച് ഈശോ നല്ല സമറിയാക്കാരൻ്റെ ഉപമയിൽ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അവൻ ഏകനായി യാത്ര ചെയ്തതുകൊണ്ട് അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെടുകയാണ്. അവർ അവനെ ആക്രമിക്കുകയാണ്. അവനെ കൊള്ളയടിച്ചതിന് ശേഷം അർദ്ധനഗ്നനാക്കി വഴിയിൽ ഉപേക്ഷിച്ച് കടന്നു പോവുകയാണ്. കാരണം അവൻ ഏകനായിരുന്നു. വഴിയിൽ പതിയിരിക്കുന്ന അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാനും വഴിയിൽ തളർന്നു വീഴുമ്പോൾ ഒരു കൈത്താങ്ങായിത്തീരാനും വഴി തെറ്റുമ്പോൾ ഒരു ഉണർത്തുപാട്ടായി ഇതല്ല വഴി എന്ന് തിരുത്താനും ഒരു സഹയാത്രികൻ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. സത്യത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് ദൈവം ഒരു സഹയാത്രികനെ നമ്മോടൊപ്പം ഈ യാത്രയിൽ, ഈ പ്രയാണത്തിൽ കൂടെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയെ നൽകിയിട്ടുണ്ട്. അത് നമ്മുടെ ഓരോരുത്തരുടെയും കാവൽ മാലാഖമാരാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ ഈ പ്രയാണത്തിൽ നമ്മളോടൊപ്പം ചരിക്കുന്ന കാവൽ മാലാഖയുടെ സാന്നിധ്യത്തെക്കുറിച്ചും സംരക്ഷണത്തെക്കുറിച്ചും നമ്മൾ പലപ്പോഴും ബോധവാന്മാരല്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് വേണ്ടി ദൈവം നിയോഗിച്ചിരിക്കുന്ന കാവൽ മാലാഖയെ നാം പലപ്പോഴും അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് യാത്രയിൽ ഏകനായി പോകുന്നു എന്ന് നമുക്ക് പലപ്പോഴും തോന്നുന്നത്. സത്യത്തിൽ നാം ഏകാന്തത അനുഭവിക്കുമ്പോൾ, ഈ ജീവിതയാത്രയിൽ ഒറ്റപ്പെട്ടു പോവുകയാണെന്ന് തോന്നുമ്പോൾ, നമ്മുടെ കൂടെയായിരിക്കുന്ന ദൈവം നമുക്കായി നിയോഗിച്ചിരിക്കുന്ന കാവൽ മാലാഖയുടെ നിരന്തരമായ സാന്നിധ്യത്തെക്കുറിച്ചുള്ള അവബോധം നമുക്കുണ്ടാവുകയാണെങ്കിൽ അത് നമ്മെ ശക്തിപ്പെടുത്തുകയും ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മെ സഹായിക്കുകയും ചെയ്യും എന്നും ഈ വചനം വായിക്കുമ്പോൾ നമ്മൾ ഓർക്കണം.
തോബിയാസ് എന്ന വ്യക്തിയെ അവൻ്റെ ലക്ഷ്യത്തിലേക്ക് കടന്നു ചെല്ലാൻ സഹായിക്കുന്നത് ഇത്തരത്തിൽ കടന്നു വരുന്ന ദൈവിക ദൂതനാണ്. ഇങ്ങനെ ഒരു ദൂതൻ്റെ അകമ്പടിയോടെ, ദൂതൻ്റെ സഹയാത്രികനായ ദൂതൻ്റെ കൂടെ തോബിയാസ് യാത്ര പുറപ്പെട്ടപ്പോൾ ഈ യാത്രയുടെ അനിശ്ചിതത്വത്തെക്കുറിച്ച്, ഈ യാത്രയുടെ ദൈർഘ്യത്തെക്കുറിച്ചെല്ലാം ഓർത്ത് അമ്മ അന്ന കരയുകയാണ്. അവൾ ഭർത്താവായ തോബിത്തിനോട് പറയുന്നു, എന്തിനാണ് കേവലം കുറച്ച് പണം സമ്പാദിച്ച് അല്ലെങ്കിൽ പണം തിരിച്ചെടുത്തുകൊണ്ട് വരുന്നതിന് വേണ്ടി നമ്മുടെ വാർദ്ധക്യത്തിൽ നമുക്ക് ഊന്നുവടിയായി തീരേണ്ട ഏക മകൻ, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മളെ കബറടക്കേണ്ട ഏക മകൻ, അവനെ ഈ വിദൂര ദേശത്തേക്ക് പറഞ്ഞു വിട്ടത്, അത് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് അന്ന ഭർത്താവായ തോബിത്തിനെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ തോബിത്ത് അവൾക്ക് കൊടുക്കുന്ന ഉറപ്പ്, അവൻ ഒറ്റയ്ക്കല്ല, അവൻ്റെ കൂടെ ദൂതനുണ്ട്. വലിയവനായ മഹാനായ ഒരു ദൂതൻ, നല്ലവനായ ഒരു ദൂതൻ അവന് സഹയാത്രികനായിട്ടുണ്ട്. അതുകൊണ്ട് ഈ യാത്ര അനുഗ്രഹപ്രദമായ യാത്രയാണ്. ഈ യാത്രയിൽ അവൻ പരാജയപ്പെടുകയില്ല. ഈ യാത്ര സസുഖം പൂർത്തിയാക്കി നമ്മുടെ മകൻ തിരിച്ചെത്തും എന്ന ഉറപ്പ് ഭർത്താവ് തോബിത്ത് അന്നയ്ക്ക് നൽകുന്നു. ആ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് അവൾ കരച്ചിൽ നിർത്തുകയും ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. ഇവിടെ തോബിത്ത് ഭാര്യയെ ആശ്വസിപ്പിക്കുന്നതിന് പറയുന്ന കാര്യങ്ങൾ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെയുള്ളത്. ഒന്ന്, ഒരു കംഫർട്ടിങ്, സഹോദരി നീ വിഷമിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമാശ്വാസം പകരുകയാണ്. രണ്ടാമതായി, എ റീസൺ ഫോർ എൻകറേജ്മെൻറ്റ്, അവൻ സുരക്ഷിതനായി മടങ്ങി വരുന്നത് നീ കാണും എന്ന ഉറപ്പ്. സമാശ്വാസം നൽകുന്നത് കേവലം ഏതെങ്കിലും താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, ഒരു ഉറപ്പോടുകൂടിയാണ്. അതിനൊരു കാരണവുമുണ്ട്. എ റീസൺ ഫോർ എൻകറേജ്മെൻറ്റ്, അവൻ സുരക്ഷിതനായി മടങ്ങിയെത്തുന്നത് നീ കാണും. മൂന്നാമത്തെ കാര്യം, എ പ്രോമിസ് ഓഫ് പ്രൊട്ടക്ഷൻ, നല്ല ഒരു ദൂതൻ അവനോടൊത്ത് പോകുന്നുണ്ട്. നമ്മുടെ മകൻ ഏകനല്ല, ഈ യാത്രയിൽ അവൻ ഒറ്റയ്ക്കല്ല, അവൻ്റെ കൂടെ നല്ലവനായ ഒരു ദൂതനുണ്ട്. ആ ദൂതൻ അവനെ സംരക്ഷിക്കും എന്ന ഉറപ്പ്. ഈ ഉറപ്പുകളുടെയും സമാശ്വാസ വാക്കുകളുടെയും അടിസ്ഥാനത്തിൽ ഭാര്യയായ അന്ന തൻ്റെ കരച്ചിൽ നിർത്തുന്നു. ഇനി ഈ യാത്രയിലൂടെ മുൻപോട്ട് പോകുന്ന യാത്രികരായ വ്യക്തികളെ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. തീർച്ചയായും ഈ യാത്രയിൽ തോബിയാസിൻ്റെ ഒപ്പം ദൂതൻ അസറിയാസ് കൂടെയുണ്ട്. ആ ദൂതൻ മറ്റാരുമല്ല, അത് റഫായേൽ മാലാഖയാണെന്ന് വായനക്കാരായ നമുക്ക് ഇതിനകം തന്നെ വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. കൂടാതെ അവരുടെ കൂടെയുള്ള മറ്റൊരു ജീവി, അതൊരു നായാണ്. തോബിത്തിൻ്റെ പുസ്തകത്തിൽ പലയിടങ്ങളിൽ ഈ നായ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സുദീർഘമായ ഈ യാത്ര മുഴുവൻ നായ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ യാത്രാ സംഘം എക്ബത്താനയിലെത്തുമ്പോഴും നായ അവരുടെ കൂടെയുണ്ട്. അവിടെ നിന്ന് തിരിച്ചുള്ള ഇവരുടെ യാത്രയിലും ഈ നായ ഇവരുടെ കൂടെയുണ്ട്. അപ്പോൾ വളരെ വിശ്വസ്തനായ മറ്റൊരു സഹയാത്രികൻ കൂടി തോബിത്തിന് ഉണ്ടായിരുന്നു. അത് അസറിയാസ് മാത്രമല്ല, പകരം ഒരു നായ കൂടി ഉണ്ടായിരുന്നു എന്ന് ഈ തിരുവചനം സൂചിപ്പിക്കുന്നു. ശ്രദ്ധിക്കുക, കേവലം ഒരു നായയുടെ സാന്നിധ്യം പോലും എത്ര വലിയ പ്രാധാന്യത്തോടെയാണ് തിരുവചനം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. 6-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ 6-ാം അധ്യായത്തിൽ പ്രധാനപ്പെട്ട 2 വിഷയങ്ങളാണ്. ഒരു മത്സ്യത്തെ സംബന്ധിച്ചും ഒരു വിവാഹാലോചനയെ സംബന്ധിച്ചുമാണ്. ഈ 6-ാം അധ്യായത്തിൻ്റെ വിശദമായ വായനയും പഠനവും
അടുത്ത ക്ലാസ്സിൽ നമുക്ക് നടത്താം.